നമ്മൾ ഭൂരിഭാഗം പേർക്കും ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടമായിരിക്കും അല്ലേ? പക്ഷെ നമ്മുടെ ജീവൻ കളഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളോളം നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുമോ? ഞാനൊരു കഥ പറയാം, ഒരാളുടെ കഥ. ആളുടെ പേര് സെൽസ് ക്രവിൻസ്കി എന്നാണ്. ഇദ്ദേഹം ഒരു ഫിലാഡൽഫിയക്കാരനാണ്. ആക്ച്വലി ചെറുപ്പം മുതലേ വളരെ നന്നായിട്ട് പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു. ഒരുപാട് സ്കോളർഷിപ്പും. ഒരു 12 വയസ്സായപ്പോൾ തന്നെ പുള്ളി ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. വളരെ യങ് ഏജിൽ തന്നെ ഒരു $45 മില്യൺ ഒക്കെ ഒരു അസറ്റ്സ് ഉണ്ടാക്കാനായിട്ട് പുള്ളിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഴപ്പമാണെന്ന് നമുക്ക് തോന്നും, ബട്ട് ഇനീഷ്യലി അത് കുഴപ്പമായിട്ട് ആർക്കും തോന്നിയിരുന്നില്ല. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഈ ഡൊണേഷൻ കൊടുക്കാനായിട്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, മറ്റുള്ളവരെ സഹായിക്കുക. അങ്ങനെ ആ സഹായം കൊണ്ട് പുള്ളിക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം പുള്ളിക്ക് എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണെന്ന് പുള്ളിക്ക് തോന്നിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു $6.2 മില്യൺ പുള്ളി സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ഫൗണ്ടേഷനൊക്കെ ഒരു പോയിന്റിൽ കൊടുത്തിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ ഈ പറയുന്ന പുള്ളിയുടെ ഡൊണേഷൻസ് ഒക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. ഒരു പോയിന്റിൽ പുള്ളിയുടെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ അസറ്റ്സ് മൊത്തവും പോകുന്ന അളവോളം പുള്ളി ഡൊണേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു, ഓരോ സ്ട്രേഞ്ചേഴ്സിനായിട്ടും ഓരോ സ്ഥാപനങ്ങൾക്കായിട്ടും ഒക്കെ. ഈ ഒരു പോയിന്റിലും, അതായത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന ഈ ഒരു പോയിന്റിലും പുള്ളിക്ക് ഇനിയും കൊടുക്കണം എന്നുള്ളൊരു ചിന്ത എപ്പോഴും വന്നുകൊണ്ടേയിരുന്നു. ആക്ച്വലി ഇവിടെയാണ് കഥ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ആക്ച്വലി ഈ പുള്ളിയുടെ ശരീരം തന്നെ എങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ പുള്ളി ആലോചിക്കാൻ തുടങ്ങി. ബോഡിയിലുള്ള ഏറ്റവും നല്ല ഓർഗൻസ് എന്തൊക്കെയാണെന്നൊക്കെയുള്ളത് പുള്ളി മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. അപ്പം വളരെ അടുത്ത ആൾക്കാരിൽ നിന്നൊക്കെ പുള്ളി മനസ്സിലാക്കാൻ തുടങ്ങി, അതായത് ഒരു കിഡ്നി മതി ജീവിക്കാൻ എന്നൊക്കെയുള്ളത്. റൈറ്റ് കിഡ്നി പുള്ളി കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രേഞ്ചറിന് കൊടുത്തുകൊണ്ട് പുള്ളി വളരെ ഓൾട്രിസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ദാനശീലനായിട്ടുള്ള ഒരു ബിഹേവിയർ ഒക്കെ കാണിക്കുകയൊക്കെ ഉണ്ടായി. ആക്ച്വലി ഇത് മുന്നോട്ട് പോയി, കണ്ടിന്യൂ ചെയ്ത് പോയി. ഇപ്പം പുള്ളി ലാസ്റ്റ് ഒരു പോയിന്റിൽ പുള്ളിയുടെ ബോഡി തന്നെ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ ഉള്ള ചിന്തയിലോട്ടൊക്കെ പുള്ളി എത്തി. അപ്പം കംപ്ലീറ്റ്ലി ലാസ്റ്റ് പോയിന്റിലേക്ക് വന്നപ്പോഴത്തേനും ഫുള്ള് ഫാമിലി അടക്കം കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ഈ ഒരു ഓൾട്രിസ്റ്റിക് ബിഹേവിയർ കുറച്ച് നാളത്തേക്കൊന്ന് സപ്രസ് ചെയ്ത് വെച്ചിട്ട് പുള്ളി റിയൽ എസ്റ്റേറ്റിലേക്കും ഫാമിലി ലാർജറായിട്ട് ബിൽഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ശ്രമം ഉണ്ടായി. അപ്പം ആക്ച്വലി ഞാൻ ചോദിക്കാൻ വന്നൊരു ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പുള്ളി ഈ എലിസിറ്റ് ചെയ്ത ബിഹേവിയർ, അല്ലെങ്കിൽ പുള്ളി ഈ കാണിച്ച ഈ സ്വഭാവ സവിശേഷത ഒരു മോറൽ കൺവിക്ഷൻ കൊണ്ടുണ്ടായതാണോ, അതെയോ എന്തെങ്കിലും ഒരു പത്തോളജിക്കൽ ആയിട്ടുള്ള ബിഹേവിയർ ആയിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണെങ്കിലും ഡു ലെറ്റ് മീ നോ ഇൻ ദി കമന്റ്.